ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയെത്തി. ഒരു ഗഡു പെൻഷൻ വിതരണം തുടങ്ങി. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ അറിയിപ്പാണ് പറയാൻ പോകുന്നത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു അനുവദിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ധനപെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത്. പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2 ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 1 ഗഡു മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അതായത് 4ാമത്തെ ഗഡു ഫെബ്രുവരി മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കി. ഫെബ്രുവരി മാസത്തിൽ തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനത്തെ ഗഡുവും വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിറക്കി. ഇതോടെ 11ാമത്തെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ഈ മാസം 20ാം തീയതിക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. 1600 രൂപയായിരിക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക. മസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും തന്നെ തുക ലഭിക്കുന്നതാണ്. കുടിശ്ശിക പെൻഷൻ ഇനി അടുത്ത ഏപ്രിൽ മാസം മുതലായിരിക്കും വിതരണം ചെയ്യുക. ഇനി നമുക്ക് 3 മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ലഭിക്കാനുള്ളത്. 4800 രൂപ ഏപ്രിൽ മാസം മുതൽ തനത് മാസത്തെ പെൻഷനോടൊപ്പം 1600 ഓരോ മാസത്തെ കുടിശ്ശിക പെൻഷനും കൂടെ ചേർത്ത് 3200 രൂപ നമുക്ക് എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്പെക്ടർ സ്ക്വാഡ്, അതായത് പ്രത്യേകം രൂപീകരിച്ച സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. വാർഡ് അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. ഇങ്ങനെ പരിശോധന നടത്തിയാൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതിൽ 15 വീടുകളിലാണ് പരിശോധന നടത്തിയത്. അതിൽ 12 വീടുകളിലും അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരാണുള്ളത്. വീടിൻ്റെ ഭൗതിക നിലവാരമാണ് പരിശോധിക്കുന്നത്. പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശന പരിശോധന നടത്തുന്നത്. ജില്ലാ ധനകാര്യ ഓഫീസർ അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് എത്തിച്ചേരുക. നമ്മുടെ വീടുകളിൽ ഉടനെ തന്നെ എത്തിച്ചേരും. നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്ന തീയതി മുന്നേ തന്നെ വ്യക്തമാക്കുകയില്ല. അവർ പെട്ടെന്ന് വീടുകളിലെത്തുകയും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. വീടിൻ്റെ വിസ്തീർണം, വീട്ടിൽ AC ഉണ്ടോ, ഇരുചക്ര വാഹനങ്ങളുണ്ടോ, വർഷത്തിലെ വരുമാനം 1 ലക്ഷത്തിൽ കൂടുതലാണോ, അതുപോലെ ഇലക്ട്രിക് ആയിട്ടുള്ള ഗേറ്റുകളാണോ എന്നിങ്ങനെയുള്ള പല പരിശോധനകളും അവർ നോക്കുന്നുണ്ട്. വീടിൻ്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പരിശോധിക്കുന്നുണ്ട്. ഇനി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താവിന് മാത്രമല്ല, അവരുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ഇപ്പോൾ കർശന പരിശോധനയാണ് നടത്തുന്നത്. അതായത് നിരവധി ആളുകൾ, ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ഉള്ള ആളുകൾ പോലും പെൻഷൻ പട്ടികയിലുണ്ട്. അതുകൊണ്ട് സാധുക്കളായ പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കർശന പരിശോധന നടത്തുന്നത്. സർക്കാരിൻ്റെ കയ്യിൽ എല്ലാവർക്കും പെൻഷൻ തുക നൽകാനുള്ള ബുദ്ധിമുട്ട് കാരണവും അത്യാവശ്യം ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രം പെൻഷൻ നൽകുക എന്നുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോൾ. അതുകൊണ്ട് കർശന പരിശോധനയാണ് നമ്മുടെ വീടുകളിലെത്തി നടത്തുന്നത്. എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പെൻഷന് അർഹതയുണ്ട് എങ്കിൽ നമുക്ക് തുക ഇനിയും വരും മാസങ്ങളിൽ 1600 രൂപ വീതം ലഭിക്കും. അതുമല്ല, നമുക്ക് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷന് ഈ അനർഹമായി ആണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്ന് തെളിഞ്ഞ് അവർ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവായാൽ അവർക്ക് കുടിശ്ശിക പെൻഷൻ കിട്ടുമോ എന്നുള്ള അറിയിപ്പ് വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.